ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വന്നിട്ടുള്ള മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ട്രീ ഹൗസ് പണിയാൻ പോവാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള നമ്മുടെ റീസോഴ്സസ് എല്ലാം എടുക്കുക. അതിന് മുമ്പ് ഇവിടെ നമ്മൾ കുറച്ച് ഡ്രെയിനേജ് ഇപ്പോൾ നമ്മൾ കുറച്ച് റൂംസൊക്കെ പണിതിട്ടിട്ടുണ്ടായിരുന്നു. മണ്ടേലും കൊണ്ടുവരണം, ചുമ്മാ പണിതിട്ടതാണ്. നമ്മളിതാണ് പണിയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇതുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, നമ്മുടെ ട്രീ ഹൗസ്. അപ്പോൾ ട്രീ ഹൗസിനുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് പോയി എടുത്തിട്ട് വരാം. എന്നിട്ട് ഞാനത് ഒന്ന് പണിയാവേ. നമുക്ക് ട്രീ ഹൗസിനകത്ത് ആദ്യം നമ്മുടെ മരം കണ്ടുപിടിക്കാം. മരം ഇവിടെ കുറച്ച് മോബ്സ് വന്നിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് തല്ലി കൊന്നിട്ട് നമുക്ക് മരം കണ്ടുപിടിക്കാം. ട്രീ ഹൗസ് വെക്കാൻ പറ്റിയൊരു മരം വേണ്ടേ? അതുകൊണ്ട് അവിടെ ഒരു മരമുണ്ട്. അത് നമുക്ക് സാപ്പിങ് ചെയ്താന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒരു മരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മരത്തെ തന്നെ നമ്മുടെ ട്രീ ഹൗസ് അങ്ങ് പണിയാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഇതെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ലാഡർ എടുത്തുകൊണ്ട് വന്നിട്ട്, ലാഡർ എൻ്റെ ഉണ്ടായിരുന്നില്ല. ഒരെണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുക്കാം. ഓക്കെ, നമ്മുടെ ടെമ്പററി ബ്ലോക്ക് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മുടെ ഡേർട്ട് വെച്ച് നമുക്ക് പില്ലർ ചെയ്ത് എൻ്റെ മണ്ടയിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്നൊരു ബേസ് പണിയാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ബിൽഡിൻ്റെ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസിനകത്ത് കുറച്ച് സ്ഥലം നമ്മളിങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ട്രീ ഹൗസിനകം വരുന്നത്. നമുക്കിനി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ട്രീ ഹൗസിനകത്തുള്ള വെക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം. നമ്മൾ ഫുള്ള് പണിതിട്ടില്ല, എന്നാലും നമ്മുടെ ട്രീ ഹൗസിനകത്ത് എന്തൊക്കെ വെക്കണമല്ലോ, കുറേ സാധനങ്ങളൊക്കെ വെക്കണമല്ലോ. ഇതെന്താ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നമ്മുടെ ബെഡ് ഇടാം. ഒരു ബെഡ് വേണം. ഓക്കെ, വൂളുണ്ട്, പിന്നെ പ്ലാങ്കും ഉണ്ട്. ഓക്കെ, ഒരു ബെഡ് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് പോയിട്ട് തന്നെ ഒരു ബെഡ് ഉണ്ടാക്കാം. ബെഡ് എന്ത് ചെയ്യണം? ഒരു വൈറ്റ് ബെഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായി. പിന്നെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ചുമ്മാ ഉള്ള ചവറെല്ലാം കൂടെ ഇൻവെൻട്രിക്കകത്തുണ്ട്. ഓക്കെ, നമ്മുടെ ബെഡായി. പിന്നെ വൂളും കൂടി ഇതിനകത്തോട്ടൊന്ന് വെച്ചേക്കാം. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? ഒരു ഫർണസ് വേണം അല്ലേ? ഒരു ഫർണസ് എടുക്കാം. ഒരു ഫർണസ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ, ഒരു മിനിറ്റ്. ഫർണസിന് വേണ്ടി കോബിൾ സ്റ്റോണൊക്കെ ഉണ്ട്. ആരാ നമ്മുടെ കൈ വെക്ക്. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിന് വേണ്ടി നമ്മുടെ വുഡ് വേണം. വുഡുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ഫർണസും കൂടെ ഉണ്ടാക്കാം. ഫർണസ് നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളിന് വേണ്ടി നമുക്ക് ഇതാക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. പിന്നെന്താ വേണ്ടേ? പിന്നെ ഈ ഗ്രൈൻഡ് സ്റ്റോൺ മണ്ടയിൽ ഒരെണ്ണമുണ്ട്. സോ നമുക്ക് അതും കൂടെ എടുത്തേക്കാം. പിന്നെ ഒരു ഡോറ് വേണം. ഡോറ് വേണ്ട. പിന്നെ നമുക്ക് ലൈറ്റ് സോഴ്സ് വേണം. ലൈറ്റ് വേണ്ടേ? ലൈറ്റ് വേണോ? വെച്ചേക്കാം. ലൈറ്റൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ടോർച്ചില്ല. തൽക്കാലം നമുക്ക് ഇവിടെ നിന്നൊന്ന് ബോറോ ചെയ്യേണ്ടി വരും. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് ലൈറ്റ് വേണ്ട. ട്രീ ഹൗസ് അല്ലേ, കുഴപ്പമില്ല. പിന്നെന്താ ട്രീ ഹൗസിനകത്ത് പിന്നെന്തൊക്കെയാണ് വേണ്ടേ? ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൊണ്ട് വെച്ചിട്ടേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഏണി വേണം കേട്ടോ. ഏണി അത് നമ്മുടെ ആ ഒരു വില്ലേജറിൻ്റെ ഹൗസിൽ അവിടെ പോയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരാവേ. ഏണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡും കൂടെ കിട്ടി. വേണേൽ നമുക്ക് ഈ ഡോറും കൂടെ എടുത്തേക്കാം. ബാ, നമുക്ക് നേരെ പോവാം നമ്മുടെ വീട്ടിലോട്ട്. നമ്മുടെ ആ ട്രീ ഹൗസിൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, കയറാനാണെങ്കിൽ ഞാൻ ഡേർട്ടും കൊണ്ട് വെച്ച് കഴിഞ്ഞ്. ഡേർട്ടാണ് ഞാൻ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെച്ചായിരുന്നേ. ഇനിയിപ്പോൾ കയറുന്ന എങ്ങനെയാ? കുഴപ്പമില്ല, ഡേർട്ട് തന്നെ എടുക്കാം. ഓക്കെ, നമ്മുടെ നമ്മുടെ ട്രീ ഹൗസിനകത്ത് ഇതെല്ലാം ഒന്ന് കൊണ്ട് വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ വെക്കണമെന്ന് നോക്കാവേ. ഒന്നും കൂടെ കയറിയിട്ട് ചാടി കയറാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഫർണസ്. ഓക്കെ, അത് അവിടെ ഇരുന്നോളും.
ഇത് ഈ ഇല പൊട്ടിക്കണോ? ഓ അവിടെ എയറാണ്. എന്തോ കുഴപ്പമില്ല, നമുക്ക് ഡേർട്ട് വെച്ചിട്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ലീഫൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള് ഒന്ന് ഇവിടെ. ബെഡ് എന്ത് ചെയ്യണം? ബെഡ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ബെഡ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഫർണസ് ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ബെഡ് ഇവിടെ ഇടാൻ പറ്റുന്നില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വുഡ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് ബെഡ് ഇടാം. അല്ല ഈ ബെഡ് ഇരിക്കത്തില്ല. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്. എന്നെ ഒരു സോംബി ഒന്ന് കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വുഡ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ ഒരു ഇല പൊട്ടിച്ചിട്ട് ഇവിടെ ഇതും പിന്നെ ഇവിടെ ആപ്പിളൊക്കെ ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്തേക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ബെഡ് ഇടാൻ പറ്റുമല്ലോ. അതെന്താ? ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് എൻ്റെ പിക്കാക്സൊക്കെ എന്ത് ചെയ്യണം? എല്ലാം ഞാനൊന്ന് ഇടട്ടെ. എൻ്റെ ഇത് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഫർണസ് ഇവിടെയും കൂടെ വെക്കാം. ഏകദേശം നമ്മുടെ ഇത് കഴിയാറായി. പിന്നെന്താ നമ്മൾ എടുത്തോണ്ട് വന്നേ? ഒരു ഗ്രൈൻഡ് സ്റ്റോൺ അല്ലേ, ഇതിവിടെ ഇരിക്കട്ടെ. ഏകദേശം ടോർച്ച് ഉണ്ടല്ലേ, ടോർച്ച്. ഇനി അതും വെക്കാൻ പറ്റില്ല. തൽക്കാലം ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഇത്ര നമ്മൾ പണിതിട്ടുണ്ട്. നമ്മുടെ ട്രീ ഹൗസിൻ്റെ ബിൽഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെയും നമ്മുടെ ഈ ഒരു ലാഡറും കൂടെ അങ്ങോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കഴിയുന്നതായിരിക്കും. ട്രീ ഹൗസിൻ്റെ ബിൽഡ് കഴിയുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ മറ്റേ നേരത്തെ പൊട്ടിച്ച ഇതിൻ്റെ സാപ്ലിംഗ് ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഈ ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രൻസ് വെക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചോ. ഈ ഒരു പണിയുണ്ടല്ലോ, പണിപാളി. ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റൂ. ഗൈസ്, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത് പറ്റില്ലടാ. കുഴപ്പമില്ല, ഒരു മിനിറ്റേ. ചെറുതായിട്ടൊരു റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഇരുന്ന വുഡിനെ നമ്മൾ നേരെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. സോ ഇനി ഇതിങ്ങനെ വെച്ച് അപ്പോഴും എത്തത്തില്ലേ? ഒരു മിനിറ്റ് ഗൈസ്. നമ്മുടെ ട്രീ ഹൗസിൻ്റെ ബിൽഡ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ലീഫ് പൊഴിയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഈ ടോർച്ച് ഇവിടുന്ന് മാറ്റാം. മണ്ടേ വെക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളതൊക്കെ ഒന്ന് സഹിക്കുക. അപ്പം നമ്മൾ ട്രീ ഹൗസ് പണിതിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ വേറൊരു ബിൽഡിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ പണിയാൻ പോവാണ്. അപ്പോൾ ഞാനൊരു സ്വിമ്മിംഗ് പൂൾ എങ്ങനെയെങ്കിലും ഒന്ന് പണിത് വെച്ചിട്ട് നിങ്ങളെ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാവേ. ഒരു തട്ടിക്കൂട്ട് സ്വിമ്മിംഗ് പൂൾ പണിത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം എടുത്തു പണിയാൻ. വലിയ നേരമൊന്നും ഉദ്ദേശിച്ചാൽ നമ്മുടെ ട്രീ ഹൗസിൻ്റെ ബിൽഡ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയായിരുന്നു. അപ്പം ട്രീ ഹൗസും പണിത് നമ്മുടെ ഇതും പണിതിട്ടുണ്ട്. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ കണ്ടോ, നമുക്കിങ്ങനെ ഇറങ്ങി നമ്മുടെ കുളിക്കുക. ചുമ്മാ ഒരു ചുറ്റിനും നമ്മൾ പാത്ത് ബ്ലോക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയുക കേട്ടോ. നല്ല രസമാണ്. അവിടെ ചാടി ഞാനെന്താ ചെയ്യുന്നതെന്ന് അറിയാം. ബക്കറ്റ് എടുക്കുക, നേരെ പോയി വെള്ളം എടുക്കുക, ഇവിടെ കൊണ്ടിടുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ബക്കറ്റ് ഇരിക്കുന്നുണ്ടോ. ഇപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.